everyone, welcome back to Future Powered by Google. മക്കളെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓൺ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കല്ലേ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ വിന്റർ സോൾസ്റ്റിസ്. എന്താണ് ശൈത്യ അയനാന്ത ദിനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തായിരിക്കും ശൈത്യ അയനാന്ത ദിനത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. എന്താണ്? ഇറ്റ് ഒക്കേഴ്സ് അറൌണ്ട് ഡിസംബർ 22. എന്താണ്? ഡിസംബർ 22-നാണ് എന്ത് സംഭവിക്കുന്നത്? ശൈത്യ അയനാന്ത ദിനം സംഭവിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സൂര്യന്റെ ദൃശ്യസ്ഥാനം എന്ന് പറയുന്നത് കണ്ടില്ലേടാ, സൂര്യന്റെ ദൃശ്യസ്ഥാനം എന്ന് പറയുന്നത് ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിരിക്കും. ഓക്കെ, എവിടെയായിരിക്കും? ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിരിക്കും. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു. ഓക്കെ, റൈറ്റ്. ഈ ഒരു ആൻസർ നിങ്ങൾ ഇനി ഒരിക്കലും തെറ്റിക്കില്ലല്ലോ. അതായത് സമ്മർ സോളിസ്റ്റിസും വിന്റർ സോളിസ്റ്റിസും എക്സാമിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ശൈത്യ അയനാന്ത ദിനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഉണ്ടാകുന്നത്? ഡിസംബർ 23 മുതൽ 22 വരെയുള്ള കാലയളവിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മെയിൻ സീസൺസ് ഓഫ് ദ ഇയർ. അല്ലെ, എന്താണ് ഒരു വർഷത്തിലെ പ്രധാന ഋതുക്കൾ എന്ന് വിശദമാക്കുക. ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട ഋതുക്കൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഋതുക്കൾ എന്ന് പറയുന്നത്? ഏതാണ്? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിന്റർ. എന്ത് ചെയ്യാ? ഇത് നിങ്ങൾ എക്സ്പാൻഡും ചെയ്യാം. ഓക്കെ, സ്പ്രിംഗ്, സമ്മർ, autumn and winter. Okay, these seasons occur crucially during a year. ഇതാണല്ലോ ഒരു വർഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഋതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ സമ്മർ സോളിസ്റ്റിസ്. നമ്മൾ വിന്റർ സോളിസ്റ്റിസ് പറഞ്ഞു, മിസ് പറഞ്ഞു ഷുവർ ആയിട്ടും പഠിക്കേണ്ടതാണെന്നല്ലേ. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ സമ്മർ സോളിസ്റ്റിസ്. സമ്മർ സോളിസ്റ്റിസിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ് അറൌണ്ട് ജൂൺ 21. എന്താണ് സംഭവിക്കുന്നത്? ജൂൺ 21-ലാണ് അല്ലെ ഗ്രീഷ്മ അയനാന്ത ദിനം സംഭവിക്കുന്നത്. ജൂൺ 21-ലാണ് അല്ലെ. മാർച്ച് 20 മുതൽ ജൂൺ 21 വരെയുള്ള സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ദക്ഷിണായന രേഖയിലേക്കാണ്. ഉത്തരായന രേഖയിലേക്കാണ്. ഓക്കെ, ജൂൺ 21-നാണ് ഗ്രീഷ്മ അയനാന്ത ദിനം സംഭവിക്കുന്നത്. സൂര്യന്റെ ദൃശ്യസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരായന രേഖയിലേക്ക് മുകളിലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദൈർഘ്യമേറിയ ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞ പകലും ഏറ്റവും അധികം രാത്രിയും അനുഭവപ്പെടുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The Rajaram Mohan Rai initiated a social reforms in India. Explain the major activities implemented by Rajaram Mohan Rai in the field of the social reform. Important ആണ് രാജാറാം മോഹൻ റായിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച രാജാറാം മോഹൻ റായ് ആണ്. അതെ, യെസ്. അങ്ങനെയെങ്കിൽ സാമൂഹിക പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റായ് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്നതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? പ്ലേഡ് എ മേജർ റോൾ ഇൻ അബോളിഷൻ ഓഫ് സതി. മറന്നു പോകാൻ പാടില്ല. അബോളിഷൻ ഓഫ് സതി എന്ന് പറയുന്നത് ആരുടെ ആക്ടിവിറ്റിയിലായിരുന്നു? രാജാറാം മോഹൻ റായ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ഓക്കെ, റൈറ്റ്. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് എന്താരംഭിച്ചു? നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. സ്റ്റാർട്ടഡ് സെവറൽ സ്കൂൾസ് ഫോർ ദ മോഡേൺ എഡ്യൂക്കേഷൻ. ഓക്കെ, റൈറ്റ്. ഇനി ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ആരാണ് ബ്രഹ്മസമാജം ആരംഭിച്ചത്? രാജാറാം മോഹൻ റായ്. ഇത് നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, then founded the Brahma Samaj, a social reform movement. Okay, then fought against social evils such as child marriage and polygamy. എന്താണ്? ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും എന്നുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ ആര് പോരാടി? രാജാറാം മോഹൻ റായ് പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് ആര് വാദിച്ചു? രാജാറാം മോഹൻ റായ് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. stood against the idol worship and polytheism.
ഓക്കെ റൈറ്റ്, ഇതാണ് രാജാറാം മോഹൻ റായിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സും ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാ? മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് കണ്ടിന്യൂ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത് ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനയോടെയുള്ള ആത്മാർത്ഥതയോടെയുള്ള പ്രാർത്ഥന. ഓക്കെ, ദെൻ സ്വാമി ദയാനന്ദ സരസ്വതി, ദയയുള്ള ആര്യ. യെസ്, ദെൻ അലിഖ്ര മൂവ്മെന്റ്, സർ സയ്യിദ് അഹമ്മദ് സൊസൈറ്റി, ആരാണ്? ബ്ലഡ്സ്കി ആൻഡ് കൊളോണിയൽ ഓൾക്കോട്ട്. ആൻഡ് ദ രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ. ഹിതകാരിണി സമാജ്, വീരേശലിംഗം പണ്ട്ലു. ആൻഡ് ദ സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്ക്. ആൻഡ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNTP, ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, ദെൻ സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി. അയ്യോ സാധു. യെസ് റൈറ്റ്, ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ഇനി തെറ്റിപ്പോവില്ലല്ലോ. ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, ഇനിയുള്ളത് ഹൂ ആർ ദ എക്സ്ട്രീമിറ്റ്സ്, ആരാണ് എക്സ്ട്രീമിറ്റ്സ്? നെയിം എനി 2 ലീഡേഴ്സ്. തീവ്രവാദ ഏതെങ്കിലും 2 നേതാക്കളുടെ പേര് എഴുതുക എന്നുള്ളതാണ് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആരാണ്? ദ എക്സ്ട്രീമിറ്റ്സ് ബിലീവ്ഡ് ദാറ്റ് ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ് ത്രൂ സ്ട്രോങ് ആൻഡ് ദ ഓപ്പൺ സ്ട്രഗിൾ. അല്ലെ, ശക്തമായ തുറന്ന പോരാട്ടങ്ങളിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാനാകൂ എന്ന് കരുതിയ ആളുകളായിരുന്നു ആരെന്ന് പറയുന്നത്? എക്സ്ട്രീമിറ്റ്സ് എന്ന് പറയുന്നത്, തീവ്രവാദികൾ എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു നേതാക്കൾ? ബാലഗംഗാധര തിലക് ആൻഡ് ലാലാ ലജ്പത് റായ് എന്നിവരാണ്. ഓക്കെ, അപ്പം ഈ എക്സാമിന് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മക്കളോട് ഇപ്പം മിസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്.